മലയാള സർഗാത്മകതയുടെ 7 പ്രതിഭകളെ പ്രണമിച്ചുകൊണ്ട് കേരളപ്പിറവി ദിനത്തിൽ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് വിളംബരമായി. മാതൃഭൂമിയും പുതിയ തലമുറയിലെ കുട്ടികളും ചേർന്നാണ് വീട്ടിലെത്തി പ്രതിഭകളെ ആദരിച്ചത്. 2026 ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെ തിരുവനന്തപുരം കനകക്കുന്നിലാണ് അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ 7ാമത് എഡിഷൻ അരങ്ങേറുക. പ്രതിഭകൾക്ക് പ്രണാമമേകി അക്ഷരങ്ങളും ആശയങ്ങളും കലയും ഒന്നിക്കുന്ന മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് കേരളപ്പിറവി ദിനത്തിൽ നല്ല തുടക്കം. മാതൃഭൂമി തനിക്ക് അമ്മയെപ്പോലെയെന്ന മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി ഡോക്ടർ എം ലീലാവതിയുടെ വാക്കുകൾ. എൻ്റെ എഴുത്ത് ജന്മത്തിന് മാതൃഭൂമിയാണ് അമ്മയായത്. അമ്മ മകളെ ആദരിക്കുകയല്ലോ പതിവ്, അനുഗ്രഹിക്കുകയാണല്ലോ. അതുകൊണ്ട് മാതൃഭൂമിയായ അമ്മ എനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ആ അക്ഷരോത്സവത്തിൽ 40 ഭാഷാപ്രദേശങ്ങളിൽ നിന്നായിട്ട് 400ഓളം പ്രതിഭാശാലികൾ സമ്മേളിക്കുമെന്നും അറിയുന്നു. അതൊരു മഹാമഹം തന്നെയാണ്. ആ മഹാമഹത്തിന് സമ്പൂർണ്ണ വിജയം ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. മാതൃഭൂമി പത്രാധിപർ മനോജ് ഖേദാസ്, മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് ജനറൽ മാനേജർ KR പ്രമോദ്, പബ്ലിക് റിലേഷൻസ് വൈസ് പ്രസിഡന്റ് PV മിനി എന്നിവർ മാതൃഭൂമി മീഡിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന ലീലാവതി ടീച്ചർക്ക് വീട്ടിലെത്തി ആദരവേകി. ചെറുകഥയുടെ കുലപതി T പത്മനാഭൻ എഴുത്തു ജീവിതം കുട്ടികളുമായി പങ്കുവച്ചു. അതുപോലെ എഴുതുന്നു, മറ്റുള്ളവർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നൊന്നല്ല. മാതൃഭൂമിക്കൊപ്പം എഴുതി തുടങ്ങിയതിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് എഴുത്തുകാരൻ സേതു മാതൃഭൂമി അക്ഷരോത്സവത്തിന് ആശംസകളേകിയത്. ചിലർ പറയും പുസ്തകോത്സവം എന്ന് പറയും, ചിലർ പറയും സാഹിത്യോത്സവം എന്ന് പറയും. ആരും അക്ഷരോത്സവം എന്ന് പറഞ്ഞിട്ടില്ല. ആ പേരുണ്ടാക്കിയ ആളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി, നിലമ്പൂർ ആയുഷ, എഴുത്തുകാരൻ C രാധാകൃഷ്ണൻ, പാട്ടിന്റെ ഹൃദയ സരസുകൾ തീർത്ത ശ്രീകുമാരൻ തമ്പി എന്നിവർക്കും കേരളപ്പിറവി ദിനത്തിൽ മാതൃഭൂമി ആദരവേകി. ജനുവരി 29 മുതലാണ് അന്താരാഷ്ട്ര അക്ഷരോത്സവമായ കായുടെ 7ാമത് എഡിഷന് കനകക്കുന്നിൽ തിരിതെളിയുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, കൊച്ചി.